الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه الفائزين برضا الله ما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സർവശക്തനായ അല്ലാഹു രണ്ട് ലോകത്തും വിജയിക്കുന്നവരിൽ നമ്മളെയും നമ്മുടെ അധികാരിയും ഉൾപ്പെടുത്തട്ടെ. നമ്മുടെയും ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നവരുടെയും കുടുംബങ്ങളുടെയും ഒക്കെ ഹലാലായ ഉപദേശങ്ങൾ അല്ലാഹു തആല വീട്ടിത്തരട്ടെ. മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40-ാമത്തെ വയസ്സിൽ പ്രവാചകത്വ പദവി ലഭ്യമായതിനു ശേഷം ഒരു ഹജ്ജിന്റെ സീസണിൽ മിനയിൽ വെച്ചുകൊണ്ട് 6 ചെറുപ്പക്കാരെ പരിചയപ്പെട്ടു. അവരിൽ മദീനക്കാരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചു. മദീനയുടെ ചുറ്റുപാടുകളെ സംബന്ധിച്ച് സംസാരിച്ചു. അവരുടെ കുടുംബപരമായ പശ്ചാത്തലങ്ങളെ സംബന്ധിച്ചും സാഹചര്യങ്ങളെ സംബന്ധിച്ചും ഒക്കെ നന്നായി സംസാരിച്ചു. 6 ചെറുപ്പക്കാർക്ക് നബിതങ്ങൾ നന്നായി ബോധിച്ചു. നബിതങ്ങൾക്ക് 6 ചെറുപ്പക്കാരെ അങ്ങോട്ടും ഇഷ്ടപ്പെട്ടു. വിനയിൽ വെച്ചുകൊണ്ട് തന്നെ രാത്രി ഇസ്ലാമിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. മദീനക്കാരാകുന്ന 6 ചെറുപ്പക്കാരും ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര പറഞ്ഞ് മദീനയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് വളരെ സ്വകാര്യമായി രഹസ്യമായി ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള ശ്രമം നടത്തണം എന്നുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോകുന്ന അവരോട് പറഞ്ഞു. നാട്ടിൽ അവരെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് സ്വകാര്യമായ നീക്കങ്ങൾ അവർ നടത്തി. അടുത്ത വർഷത്തെ ഹജ്ജ് സീസണാകുന്ന സന്ദർഭത്തിൽ 12 ആളുകളാണ് മദീനയിൽ നിന്നും മക്കയിലേക്ക് വന്നത്. മിനയിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 12 ആളുകളുമായി കൂടിക്കാഴ്ച നടത്തി. ഈ 12 ആളുകളിൽ ആദ്യം വന്ന 6 സംഘത്തിൽപ്പെട്ട 5 ആളുകളുണ്ടായി. ഇസ്ലാമിനെ അവർക്ക് നന്നായി പരിചയപ്പെടുത്തി കൊടുത്തു. കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കൂടിക്കാഴ്ചയിൽ ആ 12 ചെറുപ്പക്കാർക്ക് വലിയ സന്തോഷമുണ്ടായി, വലിയ ആവേശമുണ്ടായി. ഇസ്ലാം ദീനിനെ മദീനയുടെ മണ്ണിൽ സ്വകാര്യമായി പ്രചരിപ്പിച്ചുകൊണ്ട് അതിന്റെ വ്യാപനം സാധ്യമാക്കണം എന്നുള്ള രൂപത്തിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർ മദീനയിലേക്ക് തിരിച്ചുവിടുകയാണ്. പോകുന്ന സന്ദർഭത്തിൽ മക്കക്കാരനാവുന്ന മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ 12 അംഗ സംഘത്തിന് പ്രതിനിധിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു കൊടുത്തു. മദീനക്കാരനാവുന്ന അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു ആവുന്ന ചെറുപ്പക്കാരന്റെ വീട്ടിൽ ഗസ്റ്റാക്കിക്കൊണ്ടാണ് മുസ്അബ് ബിൻ ഉമൈർ തങ്ങുന്നത്. ആദ്യം മദീനയിൽ നിന്ന് വന്ന 6 സംഘത്തിലും
അസ്അദ് ബിൻ സുറാറ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഹജ്ജ് സീസണിൽ വന്ന 12 അംഗ സംഘത്തിലും അസ്അദ് ബിൻ സുറാറ ഉണ്ടായിരുന്നു. ചെറുപ്പക്കാരനായിരുന്നു. മുസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പ്രതിനിധിയാക്കിക്കൊണ്ട് മദീനയിലേക്ക് 12 അംഗ സംഘത്തെ യാത്രയാക്കുന്ന സന്ദർഭത്തിൽ മുസ്അബിനോട് അസ്അദ് ബിൻ സുറാറയോട് പറഞ്ഞു, നിങ്ങൾ യുവാക്കളാണ്, നിങ്ങൾ ദീനിന്റെ വെള്ളി വെളിച്ചം മദീനയുടെ കുടികളിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. നിങ്ങൾ വിചാരിച്ചാൽ അത് നടക്കും. അവരവിടെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം അനുസരിച്ച് 2 ചെറുപ്പക്കാരും വീട് കൂടാതെ ഇറങ്ങി ഗ്രാമം പകലും വ്യത്യാസമില്ലാതെ ഓരോ കുടികളിലേക്കും കുടുംബങ്ങളിലേക്കും വ്യക്തികളിലേക്കും നന്മയുടെ സന്ദേശം എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി ഇന്നൊക്കെ മഹല്ല് തലങ്ങളിലും മറ്റുമൊക്കെ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ മുരട് മദീനയിൽ ആ കാലഘട്ടത്തിൽ ദീനിന്റെ വെളിവെളിച്ചം പകർന്നുകൊണ്ട് 2 ചെറുപ്പക്കാരിലേക്കാണ് കടന്നു പോകുന്നത്. നബിയുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ടായിരുന്നു ശ്രമം ആ കാലഘട്ടത്തിൽ നടന്നത്. രാവും പകലും വ്യത്യാസമില്ലാതെ 2 ചെറുപ്പക്കാര് മദീനയിലെ കുടികളുടെ മുമ്പിൽ തന്നുകൊണ്ട് ഈ സന്ദേശം പ്രചരിപ്പിച്ചു. ആളുകൾ ഇങ്ങനെ ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. ഇവിടെ മക്കയിൽ കാര്യങ്ങളൊക്കെ വലിയ പ്രയാസത്തിലുമാണ്. മക്കയുടെയും മദീനയുടെയും പ്രകൃതിപരമായിട്ടുള്ള വ്യത്യാസം നമുക്ക് ഇവിടെ ബോധ്യപ്പെടും. മക്കയിൽ നിങ്ങൾ നോക്കൂ, ലോകത്തിന്റെ നേതാവ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ഇടപെടുന്നു, ഇസ്ലാമിൽ നേരിട്ട് എത്തിച്ചു കൊടുക്കുന്നു, സ്വകാര്യമായ നീക്കങ്ങൾ നടത്തുന്നു, സംഭാഷണം നടത്തുന്നു. പക്ഷേ അറബികൾ അവരുടെ വീടിന്റെ ഉള്ളിലേക്ക് ഇസ്ലാമിൽ കയറ്റാൻ സമ്മതിക്കുന്നില്ല. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിനിധിയാവുന്ന മക്കക്കാരനാവുന്ന മുസ്അബും മദീനക്കാരനാവുന്ന അസ്അദ് ബിൻ സുറാറയും സ്വകാര്യമായ നീക്കം നടത്തുമ്പോൾ റസൂലുള്ളാഹിയുടെ സാന്നിധ്യമില്ല, റസൂലുള്ളാഹിയെ കണ്ടിട്ടില്ല, റസൂലുള്ളാഹിയെ സംബന്ധിച്ച് പരിചയമില്ല. എന്നാലും മദീനയുടെ കുടിലിന്റെ ഉള്ളിൽ ഇസ്ലാമിനെ സ്വീകരിച്ച് ആനയിച്ച് അവരതിനെ സന്തോഷകരമായി എതിരേറ്റുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. 2 നാടിന്റെയും പ്രകൃതിപരമായിരിക്കുന്ന വ്യത്യാസമാണ് അവിടെ നമുക്ക് ബോധ്യപ്പെടുക. അങ്ങനെ ആളുകൾ ഇസ്ലാമിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്റെ കൂടെയുള്ള ന്യൂനപക്ഷത്തിന്റെ ജീവിത ചുറ്റുപാടുകൾ ദുസ്സഹമാണ്, വലിയ പ്രയാസത്തിലാണ്, വലിയ വിഷമത്തിലാണ്. 3ാമത്തെ ഹജ്ജ് സീസൺ ആകുന്നതിന് മുമ്പ് ഈ 2 ചെറുപ്പക്കാരുടെ പ്രവർത്തനങ്ങൾ ഫലം കണ്ടു എന്ന സന്തോഷം അറിയിക്കാൻ ഹജ്ജിന്റെ സമയം ആകുന്നതിന് മുമ്പ് തന്നെ മക്കക്കാരനാവുന്ന 12 അംഗ സംഘത്തിന്റെ പ്രതിനിധിയായി ഒത്തിരി പറഞ്ഞുകൊണ്ട് മുസ്ലിം മക്കയിലേക്ക് തിരിച്ചു. മക്കയിൽ വന്നു. മദീനയിലെ സന്തോഷകരമായിരിക്കുന്ന സാഹചര്യം മുസ്ലിം തങ്ങളുമായി പങ്കുവച്ചു. സന്തോഷമുണ്ടായി. അങ്ങനെ ഹജ്ജ് സീസൺ ആകുന്ന സന്ദർഭത്തിൽ 70 പേരടങ്ങുന്ന സംഘം മക്കയിൽ വന്നു. മിനയിൽ വെച്ചുകൊണ്ട് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി കൂടിക്കാഴ്ച നടത്തി. ഒരുപാട് കാര്യങ്ങൾ അവർ വെച്ചുകൊണ്ട് ചർച്ച ചെയ്തു. 3ാമത്തെ ഹജ്ജ് സീസണാണ്. 70 ആളുകൾ അടങ്ങുന്ന സംഘമാണ് മിനയിൽ വന്നിട്ടുള്ളത്. രാത്രി പാതിരാത്രി അവരുമായി ദീനിന്റെ കാര്യങ്ങൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ധാരാളം കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഈ ദുസ്സഹകരമായ സാഹചര്യത്തിൽ വിഷമം നിറഞ്ഞ പ്രയാസം നിറഞ്ഞ നാട്ടിൽ നിന്ന് മദീനയിലേക്ക് നിങ്ങൾക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആളും അർത്ഥവും നൽകി അങ്ങയെ സഹായിക്കാനും സംരക്ഷിക്കാനും ഞങ്ങൾ റെഡിയാണ് എന്ന് റസൂലുള്ളാഹിയുടെ വലത് കൈ പിടിച്ചു 70 സംഘം ആളുകളെ എത്തിച്ചു. വലിയ സന്തോഷമായി. എന്ത് വന്നാലും സംരക്ഷിക്കാൻ ഉണ്ടാവും. ആ സമയത്ത്
അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാത്ത വ്യക്തിയാണ്. മദീനക്കാരാവുന്ന തദ്ദേശീയരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്, കൊണ്ടുപോകാൻ തയ്യാറാണ് എന്നുള്ള വിവരങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോൾ, അല്ല മക്കളെ, നിങ്ങൾക്ക് ഈ വ്യക്തിയെ കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകും ബാധിച്ചു നൽകരുത്. അതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട്. ഈ വ്യക്തി 40 കൊല്ലക്കാലത്തോളം മക്കയിൽ ജീവിച്ചു. ഖുറൈശികൾക്കിടയിൽ ആർക്കും അഭിപ്രായ വ്യത്യാസവും 40 വയസ്സിനിടയിൽ ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയാനില്ല. സത്യസന്ധൻ എന്നല്ലാതെ ഒരാൾക്കും ഒന്നും പറയാനില്ല. എന്നാൽ പ്രവാചകത്വ പദവി ലഭ്യമായതിനു ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറയുമ്പോഴാണല്ലോ ഇത് ഞങ്ങൾക്ക് കേട്ടുകേൾവില്ല എന്ന് പറഞ്ഞ് കുടുംബങ്ങളും മറ്റും ശത്രുക്കളായി മാറിയത്. അതുകൊണ്ട് 40 കൊല്ലക്കാലത്തോളം ഒരു നാട്ടിൽ നിന്ന് ജീവിച്ച് പരിചയമുള്ള ആളുകളോട് അങ്ങോട്ട് പരിചയമുണ്ട് ഇങ്ങോട്ട് പരിചയമുണ്ട്, അങ്ങനത്തെ ആളുകളുടെ വ്യക്തി കാര്യം പറയുമ്പോൾ തന്നെ അംഗീകരിക്കാൻ തയ്യാറാകാത്ത ശത്രുതയിലാണ്. അപ്പോൾ ഒരു പരിചയമില്ലാത്ത വ്യക്തിയെ പരിചയമില്ലാത്ത നാടാകുന്ന മദീനയിൽ കൊണ്ടുപോയി ഈ കാര്യം അവിടെ വെച്ച് പറഞ്ഞാൽ എന്തായാലും അവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ ആലോചിക്കുന്നത് എനിക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞു. ഈ വ്യക്തി എന്തെങ്കിലും ആളുകൾ ശത്രുതാപരമായ നീക്കങ്ങൾ നടത്താൻ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ എന്താവും നിങ്ങളുടെ നിലപാട്? സമയത്ത് 70 ആളുകൾ നടക്കുന്ന ആ വ്യക്തികൾ മുഴുവൻ ഏറ്റുപറഞ്ഞു, ഞങ്ങൾക്കും ഞങ്ങളുടെ ഭാര്യയും മക്കൾക്കും എതിരെ ശത്രുക്കൾ വന്ന് അക്രമം അയച്ചുകൊള്ളുമ്പോൾ ശത്രുക്കൾക്കെതിരെ പോരാടി ഞങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും കുടുംബങ്ങളെയും സംരക്ഷിക്കാൻ എന്ത് നിലപാട് ഞങ്ങൾ സ്വീകരിക്കുമോ അതിലുപരി ഈ വ്യക്തിയുടെ സംരക്ഷണം ഞങ്ങൾ തയ്യാറാണ്, പോരെ എന്ന് ചോദിച്ചു. അങ്ങനെ ധൈര്യമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 70 ആളുകൾ അടങ്ങുന്ന സംഘത്തോട് യാത്ര പറയുന്ന സന്ദർഭത്തിൽ ആളും അർത്ഥവും നൽകി പരിചരിക്കാൻ തയ്യാറാവുമെന്നുള്ള വാർത്ത കൂടി കേട്ട സന്ദർഭത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. അവർ മദീനയിലേക്ക് മടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ പീഡിതരായ പാവങ്ങളായ ആളുകൾ പറഞ്ഞു, വേറെ നോക്കി മദീനയിലേക്ക് ഹിജ്റ പോകും. ഇവിടെ നിന്ന കാര്യമില്ല. ഇനി ഇവിടെ നിന്നാൽ പ്രയാസങ്ങൾ ഉണ്ടാകും, കുഴപ്പങ്ങളുണ്ടാകും. അതുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന സാധുക്കളാകുന്ന പീഡിതരായ ആളുകളോട് പറഞ്ഞ് കയറി നോക്കി മദീനയിലേക്ക് പുറപ്പെടാം. മദീനയിലേക്ക് ആളുകൾ ഒഴുകി. ഒഴുക്ക് ഖുറൈശികൾ മാത്രം തടയിടാൻ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. എല്ലാ മേഖലയിലും ആളുകളുടേതായിട്ടുള്ള കുറവ് ഗണ്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മാർക്കറ്റിൽ ആള് കുറവ്, തൊഴിൽ മേഖലയിൽ ആള് കുറവ്, താമസയിൽ ആളുകൾ കുറവ്, മക്കളുടെ സമീപത്തിൽ ആളുകൾ കുറവ്. ഈ ക്ഷീണം മാത്രക്കാർ ബോധ്യപ്പെട്ടു. പരമാവധി വിലങ്ങ് തടിയാകാൻ ശ്രമിച്ചു, പക്ഷേ കാര്യങ്ങൾ നടക്കുന്നില്ല. ഓടിച്ചും തൊഴിലും ആളുകൾ മക്ക വിട്ടുകൊണ്ട് മദീനയിലേക്ക് പോകുക. ആ പോകുന്ന കൂട്ടത്തിൽ ധനാഢ്യന്മാരുണ്ടായിരുന്നു, സമ്പന്നന്മാരുണ്ടായിരുന്നു, വ്യാപാരികളുണ്ടായിരുന്നു. വലിയ സമ്പന്നനായിരുന്നു, കെട്ടിച്ചു പോകാൻ അബ്ദുറഹ്മാൻ മക്കളിലെ ഏറ്റവും വ്യാപാരിയായിരുന്നു. പൈസ പോലും കയ്യിലില്ലാതെ സ്വർഗം കുതിച്ചുകൊണ്ടാണ് പാതിരാത്രി മക്കൾ വിട്ടുകൊണ്ട് മദീനയിലേക്ക് പോകുന്നത്. അദ്ദേഹം അവിടുന്ന് പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ സ്വത്തും വ്യാപാര വസ്തുക്കളൊക്കെ പ്രണയിച്ചേ ഒരു തിരിച്ചുവരവിന്റെ പ്രതീക്ഷയില്ലാത്ത രൂപത്തിൽ ഇനി സമ്പത്തും സ്വത്തും കിട്ടുമെന്നുള്ള പ്രതീക്ഷ പോലും ഇല്ലാതെ പാതിരാത്രി വീട് വിട്ടിറങ്ങാൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ആദർശ സംരക്ഷണത്തിന് വേണ്ടി മക്കൾ മദീനയിലേക്ക് പോകുന്നു. മുത്തലിബിയുടെ ഉപദേശം അനുസരിച്ചുകൊണ്ട് എല്ലാ മേഖലയിലും ഗണ്യമായ തോതിൽ കുറവ് ഖുറൈശികൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവർക്ക് വലിയ തലവേദന ഉണ്ടായി. ഇവിടുന്ന് പോകുന്ന ആളുകൾക്ക് അവിടെ ഒരു വലിയ സംഘമായി കഴിഞ്ഞുപോവുകയാണ്. ഈ അംഗീകരിക്കാൻ പറ്റാത്ത നേതാവിന്റെ അംഗീകരിക്കാൻ പറ്റാത്ത ചെയ്തി ആളുകൾ ഇങ്ങനെ പോയിട്ട്
പ്രമുഖമായി മനസ്സിലാക്കി. അതുകൊണ്ട് ഈ കണക്കിന് മക്കയിൽ നിന്നും ആളുകൾ മദീനയിലേക്ക് പോയാൽ ഒരുപാട് ഭവിഷ്യത്തുകൾ വരാനുണ്ട് എന്ന് അവർ കണ്ടാക്കി മനസ്സിലാക്കി. കാരണം മക്കയിൽ പട്ടിണിയുണ്ടാവില്ല. അവരങ്ങനെ കണക്കുകൂട്ടി. മക്കയിലെ കച്ചവട സംഘം ഷാമിലേക്ക് വ്യാപാരത്തിന് പോകുന്നത് മദീന വഴിയാണ്. ഇവിടുന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾ മക്കയിലേക്ക് പോയി അവിടെ സുരക്ഷിതരായി അവരെ താവളമടിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുന്ന വ്യാപാര സംഘത്തെ മദീനയിൽ വെച്ച് കൊണ്ടുവരും. അത് കച്ചവടം ചെയ്യാൻ കഴിയില്ല. മക്കയിൽ പട്ടിണി ഉണ്ടാവും, ഉറപ്പാണ്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്ത് നിർവാഹമുള്ളൂ എന്ന് മനസ്സിലാക്കി. ഗോത്രത്തിലെ പ്രമുഖന്മാരായ ആളുകൾ ഒത്തുകൂടി. എന്താ ചെയ്യുക? പ്രതിരോധിക്കാരനാണ് മക്കയുടെ നേരെ ഓപ്പോസിറ്റിലായിരുന്നു ദാറുൽ സ്ഥിതി ചെയ്തിരുന്നത് ആ കാലഘട്ടങ്ങളിൽ. അതിന്റെ എതിർദിശയിലായിരുന്നു ദാറുൽ അർഖം സ്ഥിതി ചെയ്തിരുന്നത്. ദാറുൽ ഖുറൈശിയുടെ ഓഫീസാണ് ദാറുൽ അർഖം മുത്തനബിയുടെ ഓഫീസുമായിരുന്നു. ദാറുൽ മഖാമിന്റെ വികസനത്തിന് വേണ്ടി വിശാലത കൂട്ടിയപ്പോൾ പൊട്ടിച്ചടക്കപ്പെട്ടു. അങ്ങനെയാണല്ലോ അതിന്റെ സ്ഥിതി. ഇപ്പോൾ അതവിടെ കാണാൻ കഴിയുകയില്ല. സഭാഹാളിൽ കൂടിയാലോചന നടത്തുകയാണ് ഖുറൈശി പ്രമുഖന്മാർ, ഗോത്രത്തലവന്മാരൊക്കെ കൂടി. എന്താ ചെയ്യാൻ? മുഹമ്മദിനെതിരെ എന്ത് നീക്കങ്ങളാണ് നടത്തിയതാണ് ചർച്ചയുടെ പ്രമേയം. ഇങ്ങനെ ഖുറൈശി ഗോത്രത്തിലെ തലവന്മാരിൽ തോറും ഒരു വൃദ്ധനായ മനുഷ്യൻ വാദിക്കുന്നത്. ആരാണ്? ഞാൻ എഴുതുന്നതാണ് തോന്നുന്നു. ചരിത്രങ്ങൾക്ക് അറിയാൻ ചെറു പത്രത്തിൽ സൂചിപ്പിക്കാം. ഞാൻ നിജത്തിൽ നിന്നാണ് തോന്നുന്നത്. മനുഷ്യവേഷം സ്വീകരിച്ചുകൊണ്ട് ഇറങ്ങി വന്ന ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസുകായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. നജിദുകാരനാണ്, നിങ്ങളൊപ്പം കൂടിയാലോചിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞാൽ അബൂജഹൽ മനസ്സിലാക്കി കനപ്പെട്ട അഭിപ്രായങ്ങൾ പറയാം. വിഷയം ചർച്ചപ്പെട്ടു. നാട്ടിലെ സാഹചര്യം മോശമാണ്, മക്കൾക്ക് വലിയ പ്രയാസം വരുന്നത്. അതുകൊണ്ട് ഈ ഒഴുക്കിനെതിരെ എന്തെങ്കിലും പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം. എന്തുകൊണ്ട് വഴി? കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു മുഹമ്മദ് നാട് കടത്തണമെന്ന്. നാട് കടത്തണമെന്ന അഭിപ്രായം പറഞ്ഞപ്പോ ഈ വൃദ്ധനായ നെല്ലുകാരനാകുന്ന മനുഷ്യർ പ്രാപിച്ച് ഇബ്ലീസ് വന്ന ഇബ്ലീസ് പറഞ്ഞു അത് പിടിക്കണം. അതെ, നാട് കടത്തിയാൽ ഭാവിയിൽ ദോഷം ചെയ്യുന്നു. ആ അഭിപ്രായം ഇബ്ലീസ് കുറിച്ചു. എന്നാൽ പിന്നെ രണ്ടാമതായി പറഞ്ഞത് ജയിലിൽ അടക്കുക എന്ന് പറഞ്ഞു. അപ്പോഴും ആ വൃദ്ധനായ മനുഷ്യൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു അത് പറ്റില്ല, ജയിലിൽ അടച്ചാൽ തന്റെ അനുയായികൾ തന്ത്രപരമായി മോചിപ്പിച്ചുകൊള്ളും, അതായത് കാണാൻ കഴിയില്ല. അഭിപ്രായങ്ങൾ ചൂടുപിടിക്കുന്ന സമയത്ത് അബൂജഹൽ തന്നെ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു എനിക്കൊരു അഭിപ്രായം തോന്നുന്നത് ഒറ്റ വിട്ട് പോലെയാണ്. 12 ഗോത്രങ്ങളിൽ നിന്നും ചെറുപ്പക്കാരൻ ഈ വേഷത്തിൽ ഉണ്ടപ്പെട്ട ആളുകൾക്ക് ഒറ്റ വിട്ടുപോല. ഈ അഭിപ്രായം അബൂജഹൽ പറഞ്ഞ സമയത്ത് എരുതിയിൽ എണ്ണ ഒഴിക്കുമാർ ഇബ്ലീസ് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞ എൻ്റെ അഭിപ്രായമാണ്, അത് പ്രായോഗികമാണ് ഫലപ്രദം പറഞ്ഞു. അഭിപ്രായം തീരുമാനിച്ചു. സഭാഹാളിൽ പ്രവർത്തിക്കാറുകയാണ്. അതിവേഗ പദ്ധതിയാണ് കൊല നടക്കേണ്ടത്, സമയങ്ങളില്ല. എത്രയും പെട്ടെന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ നേതാവും ഈ പ്രപഞ്ചത്തിൽ ഈ മണ്ഡലകലാഹങ്ങളെ ശ്രദ്ധിച്ചു പരിപാലിച്ചു പോറ്റാൻ കാരണക്കാരനാവുന്ന അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലായിലാഹുള്ള പ്രചരിപ്പിച്ച കാരണം കൊണ്ട് ശത്രുക്കളുടെ കയ്യിൽ വാളുകൊടുത്ത് ഒറ്റപ്പെട്ട് കൊലയ്ക്ക് വേണ്ടി ദാറുൽ മീറ്റിംഗ് കൂടിയാലോചിച്ച് തീരുമാനം നടപ്പാക്കാൻ വേണ്ടി ശത്രുക്കൾ പ്രവർത്തിക്കാറുണ്ട്. രാത്രിയാവുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ആണ്. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കാര്യങ്ങളൊക്കെ അറിയിച്ചു കൊടുത്തു. എത്രയും പെട്ടെന്ന് മക്കൾക്ക് മദീനയിലേക്ക് പോകാൻ അല്ലാഹു ഓർഡറിട്ട് പോയേ മതിയുള്ളൂ. അപ്പോഴേക്കും ഈ ഒറ്റവെട്ട് കൊല നടപ്പാക്കാൻ വേണ്ടി
12 വസ്ത്രത്തിൽ ചെറുപ്പക്കാരിൽ 12 വാളുകളുമായ റസൂലുള്ളാഹിന്റെ കുടിലിന്റെ മുമ്പിൽ വന്ന് താമസം അടിച്ചിട്ടുണ്ട്. ഏത് സമയത്ത് പുറത്തിറങ്ങിയാലും ആക്രമണം ചെയ്യാനാണ് പദ്ധതി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു. കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് പോലെ ചെയ്താലും മതി. നിങ്ങൾ കടന്ന വീഴ്പ്പ് കാര്യമാകാൻ പാടില്ല. അലി ഇബ്നു അബീ ത്വാലിബിനെ വീഴ്പ്പിൽ കടത്തി പുറത്തു കൊണ്ടുപോയി. ആ സ്ഥലം കാലിയാകാതെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാനത്ത് കിടക്കുകയാണ്. ആ ഒരു മനുഷ്യന്റെ നെഞ്ചുറപ്പും ധീരതയും അയാൾക്കറിയാം. നേരം നോക്കുമ്പോൾ പുറത്തിറങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹിനെ കാണാതെ തലസ്ഥാനത്ത് ഇങ്ങനെ കണ്ടാൽ പോലും ഉറപ്പിച്ച് വിശ്വസിച്ചു. പക്ഷേ എല്ലാം ദീനിന് വേണ്ടി, എല്ലാം നബിയുടെ വേണ്ടി, അല്ലാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുകയാണ്. അവിടെ പിന്നെ മറ്റൊരു ശക്തി ഭയപ്പെടുന്ന നിലപാടൊന്നും അവർക്കില്ല. ഏറ്റെടുത്തു, വീട്ടിൽ കടന്നു പുറത്തോട്ട് പോയി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി പുറത്തേക്ക് ഇറങ്ങുകയാണ്. മണ്ണുവാരി വതറി തന്നെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്ന വാള് പിടിച്ച് കാത്തിരിക്കുന്ന ചെറുപ്പക്കാരുടെ കണ്ണിലൊക്കെ മണ്ണ് കുറഞ്ഞ സമയം പോയി ഇറങ്ങി. ഇത് റസൂലുള്ളാഹിയുടെ കൂടെയിൽ നിന്നും ആ രാത്രി ഇറങ്ങി വഴി റോക്കട്ടവരുടെ വിൽക്കട്ടവരുടെ കടയിലൂടെയാണ് വഴി പോകുന്നത്. മരത്തിന്റെ ഭാഗത്ത് എന്ന വഴി ഇന്നും ആ റോഡ് അറിയപ്പെടുകയാണ്. കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും മാറ്റമില്ല. അങ്ങനെ ആ വലിയ ത്യാഗത്തിന്റെ സ്മരണകൾ, ഓർമ്മകൾ അനുസ്മരിപ്പിക്കുമാർ ഇന്നും അത് നിലനിൽക്കുകയാണ്. സഫർ 27-53 വയസ്സിൽ നേരെ ചെന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ രാത്രി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആളുകൾ ഇങ്ങനെ മദീനയിലേക്ക് ഹിജറ പോകുന്ന സന്ദർഭത്തിൽ എന്നോട് സമ്മതിച്ചെങ്കിൽ ഞാൻ പോട്ടെ. എന്റെ കൂടെ ഒരാൾ വേണം, എന്റെ കൂടെ സഹവസിക്കാനാണ് അല്ലാഹു നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളോട് സഹവസിക്കാൻ എന്നോട് പറഞ്ഞു. അല്ലാഹു അങ്ങനെ എന്റെ കൂടെ പോയാൽ അല്ലാഹു നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ ജീവിതത്തിൽ എന്റെ പിതാവ് അന്ന് കരഞ്ഞതുപോലെയുള്ള കരച്ചിൽ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ലോക നേതാവിന്റെ കൂടെ മക്കൾ വിട്ടുകൊണ്ട് മദീനയിൽ പാലായനം ചെയ്യുന്ന സന്ദർഭത്തിൽ കൂട്ടുകാരനായി പോകാൻ അല്ലാഹു തആല സമ്മതിച്ചിരിക്കുമെന്ന സന്തോഷം പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് അന്ന് പൊട്ടിക്കരഞ്ഞതുപോലെ ഒരു സന്ദർഭത്തിൽ കരയുന്നത് വല്ലാഹി ഞാൻ കണ്ടിട്ടില്ലെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പിതാവിനെ സംബന്ധിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഭയങ്കര കരച്ചിൽ. ഒരു നന്മക്ക് കൂടെ നിൽക്കാൻ, ത്യാഗം ചെയ്യാൻ അല്ലാഹു തആല അനുമതി കൊടുത്തു എന്ന് കേട്ടപ്പോൾ പൊട്ടിക്കരച്ചിൽ. സ്നേഹം തുളുമ്പുകയാണ്. ആ വ്യക്തിയോടുള്ള സ്നേഹം ഇങ്ങനെ അനുരാഗ കൊട്ടാരമായി കടലായി ഇങ്ങനെ മാറുകയാണ്. രാത്രി വീട്ടിലേക്ക് ചെന്നു. എത്രയും പെട്ടെന്ന് ഒഴിയണം. അല്ലാഹുവിന്റെ നിർദ്ദേശം ഇവിടുന്ന് നോക്കാം. കാര്യങ്ങളൊക്കെ കഴിവാണ്, ഒക്കെ പ്രയാസം പുറപ്പെടണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധാരണ നേരത്തെ ഉണ്ടായതൊക്കെ സജ്ജമാക്കി വെച്ചിരിക്കണം. എപ്പോഴും പോകേണ്ടിയെന്നറിയാം. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും പ്രഭാതത്തിലാണെങ്കിലും പാതിരാത്രിയിലാണെങ്കിലും പോകേണ്ടി വരുമെന്ന് അബൂബക്കർ സിദ്ദീഖ് നേരത്തെ മനസ്സിലാക്കിയതുകൊണ്ട് ഒരുങ്ങാനുമില്ല. വാർത്ത ശേഖരിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ, വാർത്ത ശേഖരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ മകനാകുന്ന അബ്ദുള്ളയെ നിശ്ചയിച്ചിട്ടുണ്ട്. സൗർ ഗുഹയിലേക്കാണ് പോകുന്നത്. ഇവിടെ നടക്കുന്ന വാർത്തകളൊക്കെ വിവരങ്ങളൊക്കെ അങ്ങോട്ട് എത്തിച്ചു തരണം. അതിനുവേണ്ടി നേരത്തെ മകൻ അബ്ദുള്ളയെ ഏർപ്പാട് ചെയ്തു വെച്ചിട്ടുണ്ട്. അടിമയാകുന്ന ആടിനുള്ള ഡ്യൂട്ടി നേരത്തെ വൈകുന്നേരം ആട് വെച്ചിട്ട് വൈകുന്നേരം ആടിനെ കറന്നിട്ട് പാല് പാത്രത്തിലാക്കിയിട്ട് മരന്റെ മുകളിലേക്ക് എത്തിച്ചു തരണം. ആമിറിനെ അതിന് നിശ്ചയിച്ചിട്ടുണ്ട്. മകൾ അസ്മാവിയോട് പറഞ്ഞിരുന്നു,
നേരത്തെ ഭക്ഷണം മാത്രം പാർസലാക്കി കൊണ്ടുവരണം. അതൊരു ഏർപ്പാട് ചെയ്യും. അത് പിന്നെ നേരിട്ടാവില്ല. എപ്പോഴാണ് ഓർഡർ വരാന്ന് പറയുന്നത് വിവരങ്ങൾ ശേഖരിക്കാൻ അബ്ദുള്ള, പാല് കാരണം ഉണ്ടായി കൊടുക്കാൻ അഹമ്മദ്, ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ നമുക്ക് സ്വാമി. അങ്ങനെ വീട്ടിൽ നടന്നത് രാത്രി തന്നെ 53 കാര്യങ്ങളും 51 കാര്യങ്ങളും രാത്രി പോകാൻ സൗരഭയുടെ ഭാഗത്തേക്കെത്തി. വലിയ ദിവസങ്ങൾ കൈ വെച്ചു കൊടുത്തിട്ടാണ് കൈമോനെ ചവിട്ടിയിരിക്കുന്നത്. വീടുകയാണെങ്കിൽ തന്റെ ശരീരത്തിലേക്ക് വീഴട്ടെ എന്നുള്ളത് ഇവിടുത്തെ സ്നേഹമാണ്. ഇസ്ലാമിന്റെ ബേസിക് റബീഉൽ ബന്ധപ്പെട്ട വിഷയങ്ങളുടെ അടിസ്ഥാനപരമായ കാരണം സ്നേഹം. ഇതിന്റെ നേരിട്ട് പോകുന്നത് അതുകൊണ്ടാണ്. അതുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അതുണ്ടെങ്കിൽ നമ്മുടെ ഈമാൻ സമ്പൂർണ്ണമാവുള്ളൂ. അങ്ങനെ കയറി രാത്രി സമയത്ത് തന്നെ ആലോചിച്ചു നോക്കൂ. പാതിരാത്രി 53 വയസ്സുള്ള ഒരാളും 51 വയസ്സുള്ള ആളും ആരകഴിയ ആദ്യ വഴിയും ത്യാഗം ചെയ്യാൻ തയ്യാറായി ശത്രുക്കൾക്കെതിരെ പോരാടാൻ പറ്റാത്തൊരു സമയമായതുകൊണ്ട് സുരക്ഷിത മേഖല അന്വേഷിച്ചു പോവുകയാണ്. എൻ്റെ ഗുഹയുടെ ഭാഗത്തെ അവർക്ക് ചിന്തിക്കുന്നില്ലാന്ന് പറഞ്ഞു. ഞാൻ ഗുഹയിക്കാരനാണ് കാണാൻ പാടില്ല. പാമ്പോത്തോ ശല്യങ്ങൾക്കെതിരെ ആദ്യം ഉപദ്രവം എനിക്കോടെ എന്നിട്ട് മതി തങ്ങൾക്ക് സ്നേഹമായിരുന്നു. ഗുഹകളിലേക്ക് ഇറങ്ങി പരിശോധന നടത്തി ആ കാലഘട്ടങ്ങളിലാണ്. എന്നിട്ട് അവിടെ ഇവിടെ മാളമുണ്ട്, ദോരമുണ്ട്, കമ്മീസ് കയറി കമ്മീസ് കയറുന്നു. എന്നിട്ട് വിതർക്കങ്ങൾ ഓരോ മാളത്തിന്റെ മുകളിൽ വെക്കുന്നു, അടക്കുകയാണ്. ഒരമടക്കാൻ പായ കയറുന്നു, കമ്മീസ് കയറുന്നു, ചിത്ര കഷ്ണങ്ങളെ കൊണ്ട് ഗുഹകൾ കടക്കുകയാണ്, മാളുകൾ അടക്കുകയാണ്. ഒരു മാളം മാത്രം അടക്കാൻ ബാക്കി അവിടെ സിലക്ഷനില്ല. തങ്ങൾക്ക് കടക്കാൻ വേണ്ടി കാലിൽ വെച്ചു കൊടുത്തു. മണിയിൽ തലവെച്ച് കിടക്കുകയാണ്. ഒരു ദൂരം അടക്കാൻ സിലക്ഷൻ ഇല്ലാത്തത് അബൂബക്കർ സിദ്ദീഖിനെ തള്ളവരിൽ വെച്ച് മാറ്റി. എന്തായാലും ആ ഉറക്കിന്റെ സമയത്ത് റസൂലുള്ളാഹിന്റെ ചിന്ത നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ക്ഷീണം കൊണ്ട് രാത്രി വിട്ടിറങ്ങി നടന്നു പോകുന്നത് മലകേറി വന്നിട്ട് ആശ്വാസത്തിലേക്ക് സന്തോഷത്തിലേക്ക് ഉറക്ക് അബൂബക്കറിന്റെ മടിയിൽ തലവെച്ചിട്ടുണ്ടെങ്കിൽ ആ ആളത്തിലേക്ക് വിരൽ വെച്ച് കിടക്കുന്ന കാൽ വെട്ടി വെച്ച അബൂബക്കർ സിദ്ദീഖിന്റെ കാലിൽ പാമ്പോ ഈ ചരിത്രങ്ങൾക്കറിയാലോ. കാലിളക്കിയില്ലല്ലോ. ശല്യം റസൂലുള്ളാഹി കാലിളക്കിയാൽ ഉറങ്ങട്ടെ. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ടാവും. ഉറങ്ങാൻ കൊണ്ട് വേദന സഹിക്കാൻ കഴിയാതെ റസൂലുള്ളാഹി തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ണിൽ നിന്ന് കവിൾത്തടത്തിലൂടെ ചാലിട്ടൊഴുകി റസൂലുള്ളാഹിന്റെ മുഖത്തിലേക്ക് പോയി. പെട്ടെന്നൊരു തുള്ളി കണ്ണുനീർ മുഖത്തേക്ക് വീണ സമയത്ത് റസൂലുള്ളാഹി അബൂബക്കർ കരയും. എന്തേ അബൂബക്കർ കരയും? പാമ്പിന്റെ കടിയേറ്റു. റസൂലുള്ളാഹി എഴുന്നേറ്റു, ഉമ്മീകളെടുത്തു, കാലിൽ പറ്റി കൊടുത്തു. വേദന പോയത് അറിഞ്ഞതേയില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. സുരക്ഷിതമായ മേഖലയിൽ 3 ദിവസമാണ് തൊഴിലുള്ളിൽ കഴിച്ചു കൂട്ടിയത്. പിറ്റേ ദിവസം നേരം കൊടുത്തു. രാത്രി 2 പേരും എത്തി. പിറ്റേ ദിവസം നേരം കൊടുത്തു. അപ്പോഴോ റസൂലുള്ളാഹിയുടെ വീടിന് മുമ്പിൽ 12 അംഗ സംഘം വിഷത്തിൽ ഊട്ടപ്പെട്ട വാളുമായി അവിടെ നിൽക്കുകയാണ്. വിചാരിച്ചു നേരം കൊടുത്തു. വീടിന്റെ ഉള്ളിൽ പുറത്തേക്ക് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ലക്ഷ്യം പേച്ചതിന്റെ ജാഗ്രതയിൽ വിവാഹത്തോട് മടങ്ങാൻ അവർക്ക് നഷ്ടപ്പെട്ടു. അവർക്ക് കഴിച്ചു. നേരം പഠിക്കുന്നത് വേഷത്തിൽ ഊട്ടപ്പെട്ട വാളും പിടിച്ചത് നേരം പഠിച്ച് കുടിൽ തുറന്ന് പുറത്തേക്ക് വന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ലക്ഷ്യം പേച്ച് ജാഗ്രത കൊണ്ട് അമ്മാനം കൊണ്ട് ചെറുപ്പക്കാരെ മടങ്ങാൻ തീരുമാനിക്കല്ല. അവർക്ക് രോഷം വർദ്ധിക്കുന്നത് എന്തായാലും കൂട്ടത്തിൽ അബൂജഹൽ ഇനാം പ്രഖ്യാപിച്ചു.
മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല കൊണ്ടുവരുന്നത് 100 ഒട്ടകം. കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് 100 ഒട്ടകം സമ്മാനം കൊടുക്കുന്നത്. ഈ 100 ഒട്ടകം പാരിതോഷികം കിട്ടുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ചെറുപ്പക്കാർ മുഴുവൻ കുന്നും മലയും മോലയും മരിച്ചു ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവയെ പേടിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശത്രുക്കൾ 4 ഭാഗം ചിതറി ഓടുന്നതിനുള്ള വിവരം കിട്ടിയപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 2 വ്യക്തികളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ്. മുഹമ്മദ് മുഖത്തിൽ ചെടിങ്ങനെ മുളച്ചുപോയി. നിമിഷനേരം അതിന്റെ മുമ്പിൽ മേടപ്രാവ് കൂടുകെട്ടി മുട്ടയിട്ടു അടയുന്നു. ശക്തികളുണ്ട്. ചിലന്തി വര മുഖാമുഖത്ത് വെട്ടുകാരിങ്ങനെ വലയം ചെയ്തു. ഒരു 15 ദിവസത്തിന് നിങ്ങളുടെ ഒരു മനുഷ്യന്റെ പെരുമാറ്റം കൂടെ അവിടെ ഉണ്ടായിട്ടില്ല എന്ന് വരുന്നവർക്ക് ബോധ്യപ്പെടുന്ന വലിയ വാളുമായി വരുന്ന വലിയ ശത്രുക്കളെ നിയന്ത്രിക്കാൻ അല്ലാഹു തആല ഇതൊക്കെ മതി എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. പട്ടാളം വേണ്ട, സൈന്യം വേണ്ട, യുദ്ധം വേണ്ട, ഒന്നും വേണ്ട. നിങ്ങളെ നിയന്ത്രിക്കാൻ ചിലന്തി മതി, നിങ്ങളെ നിയന്ത്രിക്കാൻ മേടപ്രാവ് മതി, നിങ്ങളെ നിയന്ത്രിക്കാൻ ചെറിയൊരു ഇലയുടെ ചെടിയുടെ ഇല മതി എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അല്ലാഹു തആല സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നു, സംരക്ഷണം കൊടുക്കുകയാണ്. താല്പര്യമാറ്റം അവര് നോക്കും, ഒരു ലക്ഷണവുമില്ല. ഈ ഭാഗത്തേക്ക് മനുഷ്യരുമാകുന്നില്ല. ചിലന്തി വരത്തിയിരിക്കുന്നു, മേടപ്രാവ് കൂടുതൽ മുട്ടയിട്ട് അടയിരിക്കുന്നു. മരം അതിന്റെ മുകളിൽ അറസ്തമായി നിൽക്കുകയും ചെയ്യുന്നു. ഒരു പെരുമാറ്റമില്ല. അതിന്റെ മുകളിൽ നിന്നുള്ള സംസാരം ഉള്ളിലേക്ക് പോയിട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉറുമ്പ് ഒരാളെ കടിച്ച് ഒന്ന് മാന്താൻ തോന്നിയാണല്ലോ. എന്റെ കാര്യം ആലോചിച്ചുകൊണ്ടല്ല, അങ്ങയുടെ കാര്യം. സ്നേഹത്തിന്റെ കടലായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്റെ കാര്യം ആലോചിച്ചുകൊണ്ടല്ല, നിങ്ങളുടെ കാര്യം. ആ സമയത്ത് നോക്കൂ, ഗുഹയുടെ പുറവശത്തേക്ക് നോക്കൂ. നമ്മെ കണ്ട് ശത്രുക്കൾ ഗുഹയിലേക്ക് ഇറങ്ങിയാൽ അങ്ങോട്ട് നോക്കൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹയുടെ മറുഭാഗത്തേക്ക് നോക്കിയപ്പോൾ കടലിന്റെ തീരത്തിൽ കപ്പൽ നങ്കൂരിക്കൊണ്ടിരിക്കുകയാണ്. ആ കപ്പലിൽ പറഞ്ഞു. ഈ സംഭവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെ കടലില്ല, കപ്പലില്ല, നീണ്ട ഭൂമിയാണ്. അതിയുടെ മറുവശം ഒന്നുമില്ല. പക്ഷേ സ്നേഹത്തിന്റെ കടലായി മാറിയപ്പോൾ എന്റെ കാര്യം ആലോചിച്ചുകൊണ്ടല്ല, അങ്ങയുടെ കാര്യം ആലോചിച്ചുകൊണ്ടുള്ള വിഷമമാണെന്ന് പറഞ്ഞപ്പോ അങ്ങനെയാണ് അബൂബക്കർ നോക്കൂ. ആ തീരം വരുന്ന കടൽ തിരമാലകളോട് വിശാലമായിരിക്കുന്ന കടലിന്റെ തീരത്ത് കപ്പൽ നങ്കൂരം ഇട്ടിരിക്കുന്നു. കാലെടുത്ത് വെക്കേണ്ട പണിയുള്ളൂ, രക്ഷപ്പെടാൻ കഴിയുമെന്ന് പറഞ്ഞു. അല്ലാഹു തആല സംരക്ഷണത്തിന്റെ വഴികൾ കാണിച്ചു കൊടുക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സമയത്ത് സ്നേഹം ഒന്നും നിലനിർത്തിയപ്പോൾ ഗുഹയുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് പരിശുദ്ധ റസൂലിന്റെ യഥാർത്ഥ രൂപങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ലോകത്ത് വന്ന പുരുഷന്മാരിൽ റസൂലുള്ളാഹിനെ കണ്ടത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മാത്രമാണ്. ഒരാൾക്ക് പോലും ഭാഗ്യം ഉണ്ടായിട്ടില്ല. ആദമിന്റെ മകൻ എന്ന സ്റ്റേജിലെ എല്ലാവരും കണ്ടുള്ളൂ. ആദമിന്റെ പിതാവ് എന്ന സ്റ്റേജിൽ മുദ്രയെ കണ്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമാണ്. പെണ്ണുങ്ങളിലോ ഫാത്തിമ റളിയല്ലാഹു അൻഹയും ആയിഷയും പോലും കണ്ടിട്ടില്ല. എല്ലാവരും കണ്ടത് ആദമിന്റെ മകൻ എന്ന സ്റ്റേജിലാണ്. ആദമിന്റെ പിതാവ് എന്ന് പറയുന്ന പോസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് പോയി ആണും വെളിപ്പെട്ടു. ബാക്കിയുള്ളവർക്ക് കണ്ടവരാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്നേഹം നിറഞ്ഞ് കവിഞ്ഞൊഴുകിയപ്പോൾ സംരക്ഷണത്തിന്റെ വാതിലുകൾ അങ്ങനെ കാണിച്ചു. വേദാറാകേണ്ടതില്ല. അല്ലാഹു خير البرية لم تنسج ولم تهمي ولم تهمو لم تنسج ولم تهمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم.
അബ്ദുല്ലാഹിബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന മനുഷ്യൻ അന്ന് യഥാർത്ഥത്തിൽ ഇസ്ലാം സ്വീകരിച്ച ആളല്ല. 2 വാഹനവുമായി മുഹമ്മദിലേക്ക് വന്നു. മദീനയിലേക്ക് കൊണ്ടുപോകാൻ വാഹനങ്ങൾ കൊടുത്തു. തിങ്കളാഴ്ച ആണ് അന്ന് റബീഉൽ അവ്വൽ 1. തിങ്കളാഴ്ച റബീഉൽ അവ്വൽ 1 രാവിലെ അബ്ദുല്ലാഹിബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന മനുഷ്യൻ 2 ഒട്ടകങ്ങളുമായി വന്നു. അവന്റെ മുഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുകാരൻ മദീനയിലേക്ക് പുറപ്പെടാൻ സൗകര്യം കൊടുക്കാൻ സാധാരണ റൂട്ടിലൂടെയല്ല പോകുന്നത്. റൂട്ട് മാറി കടലോരം വഴി. അങ്ങനെ മുഖാമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ശത്രുക്കൾ ഇങ്ങനെ ഓടുകയാണ്. അരക്കം പറയുകയാണ് 100 ഒട്ടകമാണ് അടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സാധാരണ മദീന റൂട്ടിൽ പോകണ്ട, കടലോരം ചേർന്നുകൊണ്ട് വഴിയിട്ട് കുറച്ച് പ്രയാസമാണ് സുറാഖ വഴിയിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ പ്രശ്നിക്കുന്നുണ്ടോ. സുറാഖ കുതിരപ്പുറത്താണ് വാദനീയാണ്. റസൂലുള്ളാഹി കണ്ട സന്തോഷം കൊണ്ട് 100 ഒട്ടകം മനസ്സിൽ വിചാരിച്ച് റസൂലുള്ളാഹി ആക്രമിക്കാൻ വേണ്ടി പാലെടുക്കുകയാണ്. ഇല്ലെങ്കിൽ ഈ സ്വകാര്യമായ ശത്രുക്കൾ കൊടുക്കണം. രണ്ടാമത് മനസ്സിൽ വിചാരിച്ചു റസൂലുള്ളാഹി അടുത്തേക്ക് ഓടി വന്നപ്പോ റസൂലുള്ളാഹി തങ്ങളെ കണ്ടപാടെ സുറാഖയുടെ കുതിരയുടെ മുൻകാലുകൾ ഭൂമിയിലടിയിലുണ്ടാവും. എത്ര ശ്രദ്ധിച്ചാലും എത്ര തെളിച്ചാലും 4 പൊക്കാൻ കഴിയാത്ത രൂപത്തിൽ കുതിര ഭൂമിയിലടിയിലേക്ക് താഴെ. ഗത്യന്തരമില്ലാതെ സുറാഖ കൈകൂട്ടി നിന്നുകൊണ്ട് പറഞ്ഞു, രക്ഷപ്പെടുത്തണം, ഞാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, ഇവരില്ല, ഞങ്ങളെ കണ്ട വിവരം പുറത്തുപോയി പറയാൻ പാടില്ല. ഇതറിഞ്ഞിരിക്കുന്നു എങ്കിൽ രക്ഷപ്പെടാം. നിങ്ങളെയും കൂട്ടുകാരനെയും കണ്ട വിവരം ഞാൻ ഒരാളോട് പറയുകയില്ല. വല്ലാഹി വല്ലാഹി നിങ്ങളെന്നെ വെറുതെ വിടണം. ഞാൻ കരാറിയിരിക്കുന്നു, നിബന്ധനമായിരിക്കുന്നു. എന്നെ കുറിച്ച് നിങ്ങൾ കാശക്ക വേണ്ട, ഞാൻ സ്വകാര്യം സൂക്ഷിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. പറയേണ്ട താമസം കുതിരയുടെ കാലുകളും ഭൂമിയുടെ ഉള്ളിൽ നിന്നും പുറപ്പെട്ടു വന്നു. സുറാഖ രക്ഷപ്പെട്ടതിന്റെ പ്രതീതിയിൽ കുതിരയുടെ കണ്ണുകൾ പിടിച്ചോടി സ്വകാര്യം സൂക്ഷിച്ചു. കാരണം സ്വകാര്യം സൂക്ഷിച്ചല്ലാതെ സുറാഖക്ക് നിർവാഹം ഉണ്ടായിരുന്നില്ല. അബൂജഹലിനോട് പിന്നീട് പറഞ്ഞിട്ടുണ്ട്, എന്റെ കുതിരയുടെ കാലുകൾ ഭൂമിയുടെ അടിയിലേക്ക് ആ മനുഷ്യൻ കണ്ട സമയത്ത് താന്നു പോകുന്ന രംഗമാണ്. അബൂജഹലെ, നീ കണ്ടിരുന്നുവെങ്കിൽ സംശയം പോലുമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിളിച്ചു പറയാൻ നിനക്ക് കഴിയുമായിരുന്നു. അത്രയും അതിഭയാനകമായ ഒരു വിഷയമാണ് ഞാൻ ആ സമയത്ത് കണ്ടത്. സുറാഖ പിന്നീട് അബൂജഹലിനോട് പങ്കുവച്ചിട്ടുണ്ട്. സുറാഖ സുരക്ഷിതമായി തിരിച്ചുപോയി. കണ്ട കാര്യം മനസ്സിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചു, ഒരാളോട് പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 ദിവസത്തെ രാത്രി 8ാമത്തെ ദിവസം റബീഉൽ അവ്വൽ ഖുബായിൽ ചെന്നറിയുകയാണ്. ഓരോ പ്രഭാതത്തിലും നബി വരുന്നുണ്ടെന്നുള്ള വാർത്ത മദീനക്കാർ മാത്രമേ മദീന ബൗണ്ടറിയിൽ വന്ന് നിൽക്കുന്നുണ്ടാവില്ല. ഇന്നലെ വരുന്നുണ്ടോ എങ്കിലും തിരിച്ചു വൈദ്യുതിയുണ്ടായി തിരിച്ചു പോകും. പിറ്റേന്ന് മദീനത്തിൽ നിന്ന് നമ്മൾ നോക്കും, ആ കൂട്ടം വരുന്നുണ്ടോ എങ്കിലും വൈദ്യുതിയുണ്ടായി തിരിച്ചു പോകും. ഇല്ല, ഇന്നില്ല. മരുഭൂമിയാണല്ലോ, വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണാം, ദൂരെ നിന്ന് കാണാം. ഇല്ല, അങ്ങനെ തിരിച്ചുപോയി. റബീഉൽ അവ്വൽ 8 അന്ന് ഒരു ജൂതനാണ് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദുബായിൽ ഇറങ്ങി അവിടെ മസ്ജിദുൽ പുറത്തും അടക്കം വിട്ടു. അവിടെ പണി ആരംഭിക്കുകയും ചെയ്തു. വീണ്ടും മദീനയിലേക്ക് പോവുകയാണ്. വെള്ളിയാഴ്ച പ്രഭാതത്തിൽ പോരുന്ന സന്ദർഭത്തിൽ ബാനൂസാരി ഗോത്രത്തിൽ ഇറങ്ങി വെള്ളിയാഴ്ച ദുമാൻസ്കരിച്ചു. 100 ദുമാൻസ്കരിച്ചു. മക്കളിൽ ദുമാൻസ്കരിക്കാനൊന്നും പറ്റില്ല. മദീനയിൽ വന്നു. വെള്ളിയാഴ്ച ബാനൂസാരി ഗോത്രത്തിൽ ഇറങ്ങി 100 ദുമാൻസ്കരിച്ചു. മദീനയിലേക്ക് ചെല്ലുകയാണ്. മദീനക്കാരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. മുതിർന്നവരും കുട്ടികളും വയസ്സന്മാരും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും സ്വീകരിച്ചു. മക്കയിൽ പ്രബോധനം നടത്തിയ 13 വർഷക്കാലത്തെ ദുരനുഭവങ്ങളെല്ലാം ഒരുക്കി കളയുമാർ ഉന്നതമായിരുന്നു മദീന നാട്ടുകാരുടെ സ്വീകരണം. ഒക്കെ പറഞ്ഞു, എല്ലാം പറഞ്ഞു. പോരാനുള്ള സാഹചര്യങ്ങളും പ്രയാസങ്ങളും വിഷമവും പറഞ്ഞു. അന്നേരക്കായിരുന്നു ഗംഭീരമായ വരവേൽപ്പ്. وجب شكر علينا ما دعا لله داعي أيها
مبعوث فينا جئت بالأمر المطاع يا نبي سلام عليكم يا حبيب سلام عليكم سلام عليكم صلوات الله عليكم. ഈ ഗംഭീരമായ പാട്ടുപാടി സ്വീകരിച്ചപ്പോൾ 13 വർഷക്കാലത്ത് ദുരന്തങ്ങൾ മുഴുവൻ ഒലിച്ചു പോകാൻ മുഴുവൻ തീരുകയാണ്. നോക്കൂ, അൻസാരിയായ ഒരു മനുഷ്യന്റെ ഭാഗ്യം. അയാളുടെ നാവിൻ തുമ്പിലൂടെ പുറത്തേക്ക് വന്ന പൊതു മൗലികത്തിന്റെ ഈരടികൾ ലോകത്തെങ്ങും പടർന്നുകൊണ്ടിരിക്കുന്നു. അന്ത്യനാളുകളെ മൗലികൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇക്ബാലിന്റെ സാരേ ജഹാം സേ അച്ഛൻ അത് വിദ്യാലയത്തിൽ മാത്രം ഒതുങ്ങുന്നു. ഇതിന് അത് വരമ്പുകളില്ല, കാലാതിർത്തിയില്ല, ലോകാതിർത്തിയില്ല. ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ പ്രപഞ്ചങ്ങൾക്കിടയിൽ അന്ത്യനാളുകളെ മഹത്തായിരിക്കുന്ന ദീനിന്റെ പ്രതിവാഹകനായി മഹദീമാവിന്റെ പുറപ്പാടുകളിൽ അതിനപ്പുറവും ഈ ഈരടികൾ മുസ്ലിം ഉമ്മത്തിന്റെ നാമത്തിലൂടെ പുറത്തേക്ക് വരുന്ന പൊതുവായ മൗലിദാണ്. ആരാണ് ആ മൗലിദിൽ തുടർന്നുപോയിട്ട് ഭാഗ്യവാൻ? ഓ, വല്ലാത്തൊരു ഭാഗ്യം ചെയ്ത വ്യക്തി അൻസാരികളിൽപ്പെട്ട മനുഷ്യനാണത്. അദ്ദേഹം പറഞ്ഞു വെച്ച വഴികളാണ് ഇത് പാടുന്നത്, ഇത് ചൊല്ലുന്നത്. എവിടെയും റബീഉൽ അവ്വൽ 12-നും അല്ലാത്ത സമയത്തുമൊക്കെ അത് പൊതുവായ മൗലിദാണ്. ആ മനുഷ്യന്റെ ഭാഗ്യം അത്രയും അടഞ്ഞു പോകാത്ത ഭാഗ്യമായി പോയി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഖൈറിന്റെ വഴിയിൽ പ്രദാനം. നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്യാഗത്തിന്റെ കൂടെ അണിചേർന്ന് അനുയായികൾ സ്നേഹമാണ് അവരുടെ ഈമാനിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചത്. നമുക്ക് അതാണ് വേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ വർക്കത്തിന് വേണ്ടി റബീഉൽ അവ്വലിന്റെ 12-ന് മുമ്പുള്ള വെള്ളിയാഴ്ച എന്നുള്ള നിലക്ക് ഈ പ്രഭാത സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ രാത്രിയൊക്കെ ഈ പകലൊക്കെ അവരിങ്ങനെ ൂറിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന പ്രയാസകരമായ യാത്രയിൽ വിഷമിക്കുവാനുള്ളത്. അങ്ങനെയാണ് ഇവിടെ നിന്നപ്പോൾ സംരക്ഷണം ഞാൻ അവസാനിപ്പിക്കട്ടെ. ദാരിദ്ര്യത്തിൽ ഗുഹയുടെ എതിർഭാഗത്തേക്ക് തിരിഞ്ഞപ്പോൾ ഒരു സൈഡിലൂടെ വെള്ളം ചായപ്പെടുകയും വരുന്നുണ്ട്. ഈ വെള്ളം എവിടെ സ്വർഗത്തിലെ നദിയിൽ നിന്ന് ഇപ്പോ നിന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ അല്ലാഹു ഏർപ്പാട് ചെയ്ത് തന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നദി തുറന്നിരിക്കുക, കുടിച്ചോളൂ കുടിച്ചോളൂ, വിഷമിക്കേണ്ടതില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും കുടിച്ചു. അതുവരെ കുടിച്ചു. വല്ലാഹി തുമ്മ വല്ലാഹി എനിക്ക് ദാഹം ഉണ്ടായിട്ടില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ. സ്വർഗത്തിൽ നദി തുറന്നു കൊടുക്കുവാണ് സ്വർഗ്ഗത്തിലേക്ക്. അല്ലാഹുവിന്റെ ദീനിന്റെ കൂടെ നിന്നാൽ, ദീനിന്റെ അനുയായികളൊപ്പം നിന്നാൽ ഈമാനിന്റെ കാമിലായ രൂപമാണ് കഴിയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പ്രവർത്തനങ്ങളും സഹകരണങ്ങളും സഹായങ്ങളും സംഭാവനകളും എല്ലാം ഈശ്വരായി നമ്മളിൽ നിന്ന് ഒരു ചെയ്യുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സലാമത്തിന്റെ ഇസ്സത്തിന്റെ ഐശ്വര്യത്തിന്റെ വഴികൾ നമുക്ക് തുറന്നു തരുമാറാവട്ടെ. ഈ ശരീരത്തിലുള്ള സഹോദരൻ അദ്ദേഹത്തിന്റെ പെങ്ങളെ നമ്മുടെ മകനിലേക്ക് കല്യാണം കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഈ ശരീരം വിവാഹം ശരിയാകാൻ വേണ്ടി പ്രത്യേക ആവശ്യമെന്ന് പറഞ്ഞ് ഒരു 500 രൂപ നമ്മുടെ പള്ളിയിലേക്ക് സംഭാവന കൊടുക്കാൻ സർവശക്തന്റെ അല്ലാഹു സഹോദരന്റെ സംഭാവന കുറിച്ചേട്ടെ. അനുയോജ്യമായ ഒരു ഇടയെ കണ്ടെത്താൻ അല്ലാഹുവിന്റെ അവസരം നൽകുമാറാവട്ടെ. എന്ത് തടസ്സങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന എല്ലാ തടസ്സങ്ങളും നീക്കി സന്തോഷകരമായ സാഹചര്യം നൽകട്ടെ. കല്യാണത്തിൽ ശരിയായി നടന്നു അതിനുള്ള സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി കേൾക്കാൻ നമുക്ക് അല്ലാഹുവിന്റെ ഭാഗ്യം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين.
സമ്പാദ്യങ്ങളിലും കച്ചവടങ്ങളിലും ഹലാലായ മനുഷ്യത്തിന്റെ മേഖലകളിലും വാഹനങ്ങളിൽ യാത്രകളിലും പ്രവർത്തജീവികളിലും കായലുകളിലും തലയിലും ദിവസവും പ്രതീക്ഷിച്ചും ഭക്ഷണത്തിലും കുടിവെള്ളങ്ങളിലും ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളിലും കുടുംബങ്ങളിൽ ദുആ ചെയ്യാൻ പറയുന്നവരിലും ഒരുപാട് രോഗികളുണ്ട്. ശമനം നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ആയുസ്സിന്റെ ബന്ധത്തിൽ അവർക്കും ഞങ്ങൾക്കും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, മഹല്ലത്തിൽ ഒരുപാട് ഉമ്മമാര് സഹോദരിമാര് ഉപ്പമാര് സുഖമില്ലാത്ത വിഷമത്തിലാണ്. അല്ലാഹുവേ, ആജിലായ ശിഫ നൽകണേ അല്ലാഹ്, ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. ശിഫയിൽ ആയുഷ്മാൻ വീട്ടും ആരോഗ്യം നൽകണേ തമ്പുരാനെ. മരണമാണ് ഹൈറെങ്കിൽ അല്ലാഹുവേ പരിശുദ്ധമായ മാസത്തിൽ തന്നെ ഈമാൻ കാമിലായി ഇവിടെ വരാനുള്ള തൗഫീഖ് നൽകാൻ അവരൊക്കെ പെടുത്തണേ തമ്പുരാനെ. ജീവിതമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ മരണങ്ങൾ ഫിറാഖി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളോട് ഫാത്തിഹ സൂറത്തിൽ ആസ്മാഉൽ തവാബ് അല്ലാഹുവേ, നമ്മുടെ ചായങ്ങളിലും സാമ്പത്തിക സഹായങ്ങളിലും വ്യക്തിയുടെ മാതാപിതാക്കളതുപോലെ വല്യമ്മ വല്യപ്പ തുടങ്ങിയിട്ടുള്ള എല്ലാവരുടെയും കബറുകളിലേക്ക് എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്. കബറുകൾ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. ജാരിയായ സ്വതന്ത്രയാത്ര സ്വീകരിക്കണേ തമ്പുരാനെ. എന്തെങ്കിലും വിഷമങ്ങൾ കബറുകളിൽ ഉണ്ടെങ്കിൽ ഈ സ്വതന്ത്രാന്റെ പുണ്യമുള്ളവർക്ക് മോചനം നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. സഹായം നൽകുന്ന വ്യക്തിക്കും ഭാര്യമക്കൾ കുടുംബങ്ങൾ എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും എല്ലാ മേഖലയിലും നൽകണേ തമ്പുരാനെ. ഈ മജ്ലിസിന്റെ വിതരണമാവ് ഈ പള്ളിക്ക് ചുറ്റും വിശ്രമങ്ങളുള്ള കബറാളികൾ എത്തിക്കണേ അല്ലാഹ്. മരിച്ചുപോയ ഭൂമികൾ ഭൂമിയാത്രകൾ എവിടെയുണ്ടോ എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാഹ്. ഹോസ്പിറ്റലുകളിൽ പലരും സുഖമില്ലാതെ കിടക്കുന്നു. ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്. പനിയുള്ളവരുണ്ട്, മഞ്ഞപ്പിത്തമുള്ളവരുണ്ട്, മഞ്ഞപ്പിത്തം മൂർച്ഛിച്ചവരുണ്ട്, കാലിന് ബാധിച്ചവരുണ്ട്, പ്രയാസങ്ങൾ സഹിക്കുന്നവരുണ്ട്. ശിഫയും സലാമത്തും എല്ലാവർക്കും നൽകണേ തമ്പുരാനെ. റാഹത്തുള്ള ജീവിതത്തിന് അവർക്കും നിങ്ങൾക്കും അവസരം നൽകണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് മാറാവ്യാധികളിൽ നിന്ന് അവരെ ഞങ്ങളിലൂടെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കൂടുതൽ സ്വലാത്തുകൾ ചെല്ലാനുള്ള ഒരു ഇഷ്ക് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. നബിയുടെ കൂടെ സഹാബികൾ ചെയ്തതുപോലെ ഭാവിയും സാധുക്കളുമായി ഞങ്ങൾക്ക് കഴിയുകയില്ലല്ലോ. അവരെ മനാത്തവകൾ പറയുന്നത് വഴിയായി അവരെ സ്നേഹിച്ചവരെ സ്നേഹിക്കുന്നത് വഴിയായി അല്ലാഹുവേ, ഞങ്ങൾക്ക് ആഖിറം സലാമത്താക്കി തരണേ അല്ലാഹ്, ഈമാൻ സലാമത്താക്കി തരണേ അല്ലാഹ്. മനാത്തികൾ പറയുന്നതുകൊണ്ട് സ്നേഹിച്ചവരെ സ്നേഹിക്കുന്നത് കാരണമായും രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഞങ്ങൾ അയ്യപ്പത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. രക്ഷപ്പെടുന്നവരിൽ ഭാവികളായ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, കുടുംബങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഉസ്താദന്മാരെ മാതാപിതാക്കളെ ശിഷ്യന്മാരെ പെടുത്തണേ അല്ലാഹ്, വാഴ്ചയാൻ പറയുന്നവരെ പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾക്ക് മഹല്ലത്തിന്റെ പുറത്ത് ഭക്ഷണം വരുന്ന ആളുകളുണ്ട്, എല്ലാവർക്കും അതിന് ഭാഗ്യം നൽകണേ അല്ലാഹ്. അവർക്ക് പോയ ആളുകളുടെ സുരക്ഷിതത്വം നൽകണേ അല്ലാഹ്. പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് യാത്ര സൗകര്യമാക്കി കൊടുക്കണേ അല്ലാഹ്, ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുകൾ ചെയ്ത് പ്രയാസമില്ലാതെ കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഈമാനുകൊണ്ടും ശുദ്ധികൊണ്ടും വ്യക്തികളുണ്ടോ ദുർബലന്മാരാകുന്ന ഞങ്ങളുടെ കൽബുകൾക്ക് ബലം നൽകണേ അല്ലാഹ്, ബലം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മരിക്കുന്നതിനും ഏതെങ്കിലും ഒരു സത്യ സമയമെങ്കിലും ആശിക്കീകളിൽ പെടാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്, ആശിക്കീകളിൽ പെടാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്, ആശിക്കീകളിൽ പെടാൻ അവസരം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബങ്ങളിലോ ഞങ്ങളുടെ സമ്പാദ്യങ്ങളിലോ ഞങ്ങൾക്ക് വലുത് വിമാനത്തിന്റെ കാണാൻ പറ്റുന്ന ഒരു സമയമാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ആ തരത്തിലേക്ക് ഞങ്ങളുടെ ആത്മീയതകൾ ഏതെങ്കിലും ഒരു സമയത്ത് വളർത്തി തരണേ അല്ലാഹ്. ങ്ങൾക്ക് കൊടുത്തു കൊടുക്കണമെന്ന് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ യുവാനികളിൽ പെടുത്തണേ അല്ലാഹ്. കുടുംബത്തിനും സമ്പാദ്യത്തിനും അപ്പുറം ഒത്തിരിയെ കാണാൻ കഴിയാത്ത വിഷമങ്ങൾ പങ്കിടുന്ന കഴിയുന്ന വിഷമിക്കുന്ന അനുയായികളുണ്ട്. അവരുടെ പക്ഷത്തിൽ പെടുത്തണേ അല്ലാഹ്. അവരിൽ ഉൾപ്പെടാൻ നിങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على